ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴും എന്നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴും എന്നാവിന്മേലുണ്ട്. എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. യാഹു നല്ലവനെന്ന് ആസ്വദിച്ചറിവിൻ. തന്നിൽ ആശ്രയിച്ചിടുന്നോർ ഭാഗ്യമേറിയോ. യാഹു നല്ലവനെന്ന് ആസ്വദിച്ചറിവിൻ. തന്നിൽ ആശ്രയിച്ചിടുന്നോർ ഭാഗ്യമേറിയോ. എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പകൽ സമയത്തെ ചിന്തയ്ക്കായിട്ട് 150 സങ്കീർത്തനം നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യഹോവയെ സ്തുതിക്കുക എന്നുള്ളൊരു വിഷയമാണ് ഇന്ന് പകൽ സമയത്ത് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ 3 ഭാഗങ്ങളായിട്ടുണ്ട്. ഒന്ന്, ഈ ദൈവം എങ്ങനെയുള്ള ദൈവമാണെന്ന് പറയുന്നുണ്ട്. ഈ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം അല്ലെ സ്തുതിക്കണം എന്ന് ഓർപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട്, ആരാണ് ഈ ദൈവത്തെ സ്തുതിക്കേണ്ടത്. അങ്ങനെ ഒരു വിഷയമാണ് പകൽ സമയത്ത് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ എന്ന് ദൈവവചനത്തിൽ നമ്മൾ വായിക്കാറുണ്ട്. ആ ദൈവം ആരാണെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പകൽ സമയത്ത് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. സമുദായ വിശ്വാസികളൊക്കെയും അവർ പ്രാർത്ഥനയിൽ പറയുന്നൊരു കാര്യമാണ്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഇതാണ് ദൈവത്തിൻ്റെ ക്വാളിറ്റി. അതായത് ഈ ദൈവം വിശുദ്ധനാണ്. അതുകൊണ്ട് അത് വിശുദ്ധ മന്ദിരത്തിലാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്. വിശുദ്ധ മന്ദിരം ഏതാണ്? ദൈവത്തിൻ്റെ ആലയങ്ങളായിട്ട് ദൈവം നമ്മളെ ആക്കിയിരിക്കുകയാണ്. കൊരിന്ത്യലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആലയത്തിൽ നിന്നുകൊണ്ട്, അല്ലെ ആ വിശുദ്ധമായ രീതിയിൽ വിശുദ്ധരായി നിന്നുകൊണ്ട് വേണം ദൈവത്തെ സ്തുതിക്കേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ദൈവം വിശുദ്ധനാണ്. 2, ദൈവം ബലം ഉള്ള ദൈവമാണ്. 3, ദൈവം വീര്യപ്രവൃത്തികൾ ചെയ്യുന്ന ദൈവമാണ്. 4-മതായിട്ട് അതിൻ്റെ മഹിമ ഉള്ള ദൈവമാണ്. അപ്പോൾ ഈ ദൈവത്തെ ആ രീതിയിലാണ് ആരാധിക്കേണ്ടത്. ദൈവത്തിന് കൊടുക്കേണ്ടതും ദൈവത്തെ സ്തുതിക്കേണ്ടതും ദൈവത്തെ ആരാധിക്കേണ്ടതും ഈ ദൈവം എങ്ങനെയുള്ളവനെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് ഭയത്തോടും വിറയലോടും കൂടെ അവൻ്റെ സന്നിധി ചെല്ലുവാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നാണ്. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ അടുത്ത് ചെല്ലുവാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ സാധിക്കും. നമ്മൾ വിശുദ്ധരായിട്ട് ഭയഭക്തിയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നെങ്കിൽ ദൈവത്തെ കാണുവാനും ദൈവത്തെ അറിയുവാനും ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കുവാനൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധിക്കും. ഇനി ഈ ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? അപ്പോൾ നമ്മുടെ ദൈവം വിശുദ്ധനാണ്, ബലമുള്ള ദൈവമാണ്, വീര്യപ്രവൃത്തികൾ ചെയ്യുന്ന ദൈവമാണ്, മഹിമയുള്ള ദൈവമാണ്. ആ ദൈവത്തെ സ്തുതിക്കേണ്ടത് എങ്ങനെയെന്ന് തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് വായിപ്പാൻ സാധിക്കും. ഒന്ന്, കാഹളനാദത്തോട് അവനെ സ്തുതിക്കണം. വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിക്കണം. തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിക്കണം.
തന്ത്രനാദത്തോടും കുഴലിനോടും കൂടെ അവനെ സ്തുതിക്കണം. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിക്കണം. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോട് അവനെ സ്തുതിക്കണം. അപ്പോൾ ദൈവത്തെ സ്തുതിപ്പാൻ ഗുണം ഒരു വ്യവസ്ഥയുണ്ട്. നമ്മുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്, അല്ലെ ദൈവത്തെ സ്തുതിക്കേണ്ടത്. അത് ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ ഇതാണ്. ഏതെല്ലാം രീതിയിലാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതെന്നുള്ള വിഷയമാണ് നമ്മളവിടെ വായിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാന വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ആരാണ് ഈ ദൈവത്തെ സ്തുതിക്കേണ്ടത്. അതായത് അവിടെ പറഞ്ഞിരിക്കുന്നത്, ജീവനുള്ളവർക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ജീവൻ തന്ന, സമൃദ്ധിയായിട്ട് ജീവൻ തന്ന ആ നല്ല കർത്താവിനെ നമ്മളും അതുപോലെ ജീവനോട് കൂടെ ദൈവത്തെ സ്തുതിപ്പാൻ തുടങ്ങണം. ദൈവം നമുക്ക് സഹായിക്കട്ടെ. അതിന് കാരണമുണ്ട്. മരിച്ചവരും അവനിൽ ഇറങ്ങിയവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ജീവനുള്ളവർ എന്ന് യഹോവയെ സ്തുതിക്കുമെന്നാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജീവൻ തന്നിരിക്കുന്ന ഈ നല്ല കർത്താവിനെ ജീവിതത്തിൽ നമുക്ക് വിശുദ്ധിയോടും നിർമ്മലതയോടും ദൈവവ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ആരാധന, ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നമ്മളിൽ മഹിമപ്പെടുവാനിടയായി തീരും. അതിനുവേണ്ടി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ദൈവം വിശുദ്ധനാണ്, നമ്മുടെ ദൈവം ബലവാനാണ്, നമ്മുടെ ദൈവം മഹിമയുള്ള ദൈവമാണ്. ആ മഹിമയിൽ നിലനിന്ന് മുന്നോട്ട് പോകാൻ തുടങ്ങണം. സ്വസ്ഥനായ കർത്താവെ എല്ലാം ചെയ്ത് സഹായിക്കട്ടെ. ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? ആ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ച് മുന്നോട്ട് പോകാൻ സർവശക്തനായ ദൈവം നമ്മുടെ എല്ലാം ചെയ്ത് സഹായിക്കട്ടെ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.